എടാ മോണ മോനെ കാള് നോക്കണം. ആവേശത്തിലായിരുന്നല്ലോ. ഡയറക്ഷൻ ഭയങ്കര അടിപൊളിയാണ്, മ്യൂസിക് ഭയങ്കര അടിപൊളിയാണ്, പിന്നെ ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നത്. സിനിമ മാസാണോ കോമഡിയാണോ? രണ്ടുമുണ്ട്, മാസ് കോമഡി ത്രില്ലറാണ്. ഈ വിഷു രണ്ട് നോക്കിയോ? ഞാൻ വേറെ മൂവി കണ്ടിട്ടില്ല, 8 വർഷങ്ങൾക്ക് ശേഷം കാണണമെന്നുണ്ട്. കണ്ടു കഴിഞ്ഞിട്ടെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എല്ലാ പടങ്ങളും പേഴ്സണലി എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ആവശ്യം നിങ്ങൾ എല്ലാവരും പോയി കാണാം. പിന്നെ നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് അടിപൊളി പക്ക ഹ്യൂമറായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാരും അടിപൊളി. എല്ലാരും അടിപൊളി. നല്ല പടം, നല്ല പടം. എല്ലാവരും കണ്ടു എല്ലാ എലമെന്റ്സ് അടിപൊളിയാണ് പടത്തിനകത്തുള്ള. എല്ലാ അടിപൊളിയാണ്. മ്യൂസിക്, കോസ്റ്റ്യൂം. എങ്ങനെ പപ്പയുടെ രാജമാണിക്കാണോ? പാപ്പ തൂക്കി. ക്യാരക്ടർ അടിപൊളിയാണ്. പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് രംഗണ്ണ ഫാനായി, രംഗണ്ണന്റെ ഫാനായി. ഗംഭീരമായിരുന്നു, ഗംഭീരമായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? ഗംഭീരമായിരുന്നു. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുവോ? പകത് ഓണാണ്. പകത് എങ്ങനെയുണ്ട്? ലാസ്റ്റാണ് കൊടുക്കുന്നത്. അത് കാരണം ഒരു പോരായ പോലെ എനിക്ക് തോന്നി. കാരണം ആ പാട്ട് ആസ്വദിക്കാൻ കിട്ടണമെങ്കിൽ കേട്ട് കിട്ടും. സൗണ്ടൊക്കെ കിട്ടില്ലെന്നാണ്, മ്യൂസിക്കൊക്കെ കിട്ടില്ല. അതിന്റെ സാധനം തന്നെയാണ്. രോമാഞ്ചം എങ്ങനെ ഷെഡിൽ കയറി കത്തിയോ അതുപോലെ തന്നെ ആവേശം കയറി കത്തി. രോമാഞ്ചത്തിന്റെ ഇങ്ങനെ അച്ഛനായിട്ടുണ്ട്. കളർഫുള്ളാണ്. കത്തി നിൽക്കുകയാണ്. ഫഹദ് ഫാസിൽ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്നതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് മേക്കിംഗ് ആണ് അതിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. പുള്ളി അറിഞ്ഞിട്ടുണ്ട്. അത് തന്നെ തന്നെ വാശിയിട്ടാണ് ഫസ്റ്റ് വാച്ച് ചെയ്യുന്നത് വരെ. എക്സ്പെഷ്യലി രോമാഞ്ചം എങ്ങനെ കിട്ടിയ അതുപോലെ പിള്ളേർ സിറ്റി പടം ഏറ്റെടുത്തു. കളർഫുൾ മൂവിയാണ് പടം. സീരിയസ് ആണ് ഈ പടം. എന്തായാലും ഫാമിലി ആയിട്ടൊന്ന് എന്റർടൈൻമെന്റ് ചെയ്യാം. കാര്യം നമ്മൾ പ്രതീക്ഷിച്ചേക്കും നല്ല ഹൈ നന്നായി വെള്ളം കണ്ടിന്യൂ വിളിച്ചു. ഏകദേശം മലയാളി എനിക്ക് ഒരു സമ്മാനത്തിന് ലക്ഷ്യം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെറിയൊരു എല്ലാം കൂടെ പറഞ്ഞോ. റെഡി 1 2 3